മാസപ്പടി വിവാദത്തിൽ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയെന്ന് മാത്യു കുഴൽനാടൻ എം.എൽ.എ. മുഖ്യമന്ത്രിയുടെ സേവനത്തിനുള്ള ഉപഹാരമായാണ് മക്കൾക്ക് മാസപ്പടി ലഭിച്ചത്. CMRLനെ സഹായിക്കാൻ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തിയെന്നും മാത്യു ആരോപിച്ചു. മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തുകയാണ് മാത്യു കുഴൽനാടൻ. മാസപ്പടി വാങ്ങിയതിൽ വീണ വിജയൻ മാത്രമല്ല, ഒന്നാം പ്രതി പിണറായി വിജയനാണെന്നും മാത്യു ആരോപിക്കുന്നു. നമ്മൾ ഇത്രയും കാലം മാസപ്പടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ്. I would beg to differ on that point. I would say actually ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫ് ആണ്, മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റി എന്നത് ശരിയാണ്. പക്ഷേ ഇതിലെ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ ഇതൊരു ലോങ് സ്റ്റോറി ഇൻ ദ സെൻസ് 2004 മുതൽ 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് എല്ലാം വിശദമായിട്ട് പറയാൻ വളരെ അതിദീർഘമായ ഒരു പത്രസമ്മേളനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഐ വിൽ കം ടു ദ ക്രക്സ്, അല്ലെങ്കിൽ ഏറ്റവും കാർഡിനൽ ആയിട്ടുള്ള പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിമിറ്റഡ് ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് CM. വിഷയം സഭയിൽ ഉന്നയിക്കാൻ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് മാത്യു പൊതുജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ ഒരുങ്ങിയത്. നിയമപ്രകാരമായി സഭയിൽ എഴുതി നൽകിയിട്ടും സ്പീക്കർ മുഖ്യമന്ത്രിക്കായി കവചമൊരുക്കിയെന്നും മാത്യു കുറ്റപ്പെടുത്തി. നിയമസഭയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് റെക്കോർഡിക്കലായിട്ട് അവിടെ ഉണ്ടാവുകയും എഴുതി ഉന്നയിക്കുന്ന ആരോപണത്തിന് മറുവശത്തുനിന്നും മറുപടി പറയുന്നില്ല എങ്കിൽ ആ ആരോപണം അംഗീകരിച്ചതായി കണക്കാക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ എഴുതി ഉന്നയിക്കുന്ന ആരോപണം ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞാൽ ഒന്നുകിൽ മുഖ്യമന്ത്രി മറുപടി പറയണം, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി എൻ്റെ വാദം അംഗീകരിക്കണം. ആ മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നതിലുള്ള ഇൻകൺവീനിയൻസ്, പ്രയാസം, ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്പീക്കർ ഇന്നലെ നിയമസഭയിൽ എനിക്ക് അനുവദിച്ചു കിട്ടിയ സമയത്ത് പ്രസംഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാൻ എന്നെ അനുവദിക്കായിരുന്നു. വ്യവസായ നയത്തിൽ പോലും മാറ്റം വരുത്തിയാണ് കരിമണൽ ഖനനത്തിനായി CMRLനെ മുഖ്യമന്ത്രി സഹായിച്ചതെന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നും മാത്യു പറഞ്ഞു. ജനം, തിരുവനന്തപുരം.